കേരള സർവകലാശാല കലോത്സവ കോഴ വിവാദത്തിൽ വിധികർത്താവ് ഷാജിക്കെതിരെ പരാതി നൽകിയത് എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി നന്ദനാണ് പരാതി നൽകിയത്. പോലീസ് നന്ദന്റെ മൊഴി രേഖപ്പെടുത്തി. എഫ്ഐആറിന്റെ പകർപ്പ് ജനടിവിക്ക് ലഭിച്ചു. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ വിവാദത്തിൽപ്പെട്ട വിധികർത്താവ് പി.എൻ. ഷാജി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. പി.എൻ. ഷാജിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് എസ്എഫ്ഐ ആണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഷാജി ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കേസ് നൽകിയിട്ടുള്ളത്. കലോത്സവത്തിലെ പ്രോഗ്രാം കൺവീനറും എസ്എഫ്ഐ ജില്ലാ സെക്രട്ടറി കൂടിയായ നന്ദനാണ് പരാതി നൽകിയത്. നന്ദനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. പ്രോഗ്രാം കൺവീനർ കൊടുത്ത പരാതിയിൽ പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. കലോത്സവ കമ്മിറ്റിയുടെ ലെറ്റർ പേഡിലാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് നേരെ വഞ്ചനാകുറ്റം ചുമത്തിയിട്ടുള്ളത്. 2ഉം 3ഉം പ്രതികൾ പരിശീലിപ്പിച്ച കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ നൽകിയെന്ന് എഫ്ഐആറിൽ പറയുന്നു. പ്രോഗ്രാം കമ്മിറ്റിയോടും മറ്റ് മത്സരാർത്ഥികളോടും കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തിയെന്നും പരാതിയിൽ പറയുന്നു. എഫ്ഐആറിൽ ഷാജി ഉൾപ്പെടെ 3 പ്രതികൾക്കെതിരെയാണ് കേസ്. കലോത്സവത്തിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയത് ആരാണെന്ന സംശയം നിലനിൽക്കുന്നതിനിടയിലാണ് പി.എൻ. ഷാജി ആത്മഹത്യ ചെയ്യുന്നതും എസ്എഫ്ഐ ആണ് കേസ് കൊടുത്തതെന്ന തെളിവുകൾ പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം.